ലോകം നൽകിടും ദൈവത്തിൻ്റെ ധന്യത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ധന്യത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇത് നമ്മുടെ ചിന്തയ പൂർത്തി വരുത്തുന്നവൻ എന്നുള്ളതാണ്. താൻ ചെയ്ത പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ഇവിടെ പൂർത്തി വരുത്തുന്നവൻ എന്ന പേർ നൽകിയിരിക്കുന്നത്. പൂർത്തി വരുത്തുക എന്നത് ഗ്രീക്കിൽ ടെലൈലോവ എന്ന വാക്കാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്കെന്ന് പറയുന്നത് ടൈലർ എന്ന പദമാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു ടൈലർ ജോലിയാണ് യേശുവിന് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതായത് 2 മീറ്റർ തുണി കൊടുത്താൽ ഒരു ടൈലർ നമ്മുടെ രൂപത്തിലും അളവിലും ഉള്ള കുപ്പായം തയ്ച്ച് നമുക്ക് നൽകുന്നതാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. കർത്താവിനെ ഏൽപ്പിച്ചാൽ അവനതിനെ രൂപപ്പെടുത്തുന്നു. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വെട്ടിമാറ്റി കർത്താവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ രൂപപ്പെടുത്തുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 21 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: പഴയ വസ്ത്രത്തിൽ കോടിത്തുണി കണ്ടം ആരും ചേർത്ത് തുന്നാറില്ല. തുന്നിയാൽ ചേർത്ത പുതുകണ്ടം പഴയതിൽ നിന്നും വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെ ആകും. ആരും പുതിയ വീഞ്ഞിൽ പഴയ തുരുത്തി പകർന്നു വയ്ക്കാറില്ല. വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നിത് ലോകം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ്. കാരണം ഇത് നിമിത്തം പലരുടെയും ജീവിതം അപ്രതീക്ഷിതമായ നിലയിൽ ചീന്തിപ്പോയ ഒരു അനുഭവമാണ് നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നത്. താൽക്കാലിക ലാഭവും കളവും നോക്കി ഏതിനോടും തുന്നിച്ചേർത്ത് ജീവിക്കേണ്ടതല്ല മനുഷ്യ ജീവിതം. നമ്മളോട് വായിച്ചതുപോലെ പഴയ വസ്ത്രം ഒരിക്കലും പുതിയ വസ്ത്രവുമായി തുന്നിച്ചേർക്കാറില്ല. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയത് എന്ന് പറയുന്നത് യഹൂദ പ്രമാണങ്ങളാണ്. ഈ യഹൂദ പ്രമാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ വ്യവസ്ഥിതി ആവിഷ്കരിക്കുവാൻ വേണ്ടിയാണ് യേശു നമ്മുടെ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ന്യായപ്രമാണങ്ങളുടെ ആചാരങ്ങൾ ക്രിസ്തു വിശ്വാസികളുടെ മേൽ കെട്ടിവെക്കുവാൻ ഉള്ളതല്ല ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. നമുക്കറിയാം, പുതിയ വസ്ത്രത്തോട് കോടിത്തുണി തുന്നിച്ചേർത്താൽ അത് തകർന്നു പോകുവാൻ അല്ലെങ്കിൽ അത് ഇല്ലാതെ പോകുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ കയ്യിൽ നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചാൽ അവനതിനെ ചേർക്കേണ്ടത് ചേർത്ത് അതിനെ പൂർത്തീകരിക്കുവാൻ ഇടയായിത്തീരും. കാരണം അവൻ പൂർത്തീകരിക്കുവാൻ അധികാരവും അറിവും ഉള്ളവനാണ്. അതെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവവേദനയിലെ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പൂർത്തീകരിക്കാതെ കിടപ്പുണ്ടെങ്കിൽ ആ ടൈലറിൻ്റെ കയ്യിൽ കൊടുക്ക്. ഒരു പുതിയ വസ്ത്രമായി, ഒരു പുതിയ മനുഷ്യനായി അവൻ ചേർക്കേണ്ടതിനെ ചേർത്ത് അതിനെ പൂർത്തീകരിക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ ഭാവിയാണോ, കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ, എന്തായിരുന്നാലും നിങ്ങൾ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അവനതിനെ പൂർത്തീകരിക്കുവാൻ ഇടയാക്കി തീർക്കും. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തമായി നിലയിൽ ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പൂർത്തീകരിക്കേണ്ടതിനെ പൂർത്തീകരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വെട്ടിമാറ്റേണ്ടതിനെ വെട്ടിമാറ്റി നല്ല ഫലം കായ്ക്കുവാൻ, ദൈവത്തിന് പ്രസാദമുള്ള നല്ല ഫലം കായ്ക്കുവാൻ ഈ ദിവസം ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിന്നിരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.